അധികം വിശേഷങ്ങളിലേക്കാണ്. അപ്പോൾ മെട്രിക്സ് ഒരു എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഞാൻ ചെറുതായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ എ എന്ന് പറയുന്ന മെട്രിക്സ് മെട്രിക്സ് എലമെന്റ്സ് 2 1 4 3x3 മെട്രിക്സ് ആണ് ഞാൻ എഴുതാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ 2 0 2 5 1 2 ഒരു എന്താണ് ഇതൊരു 3x3 മെട്രിക്സ് ആണ് അല്ലേ. ആ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 3x3 ആണ്. അതായത് ഇവിടെ എത്ര റോ ഉണ്ട് എത്ര കോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ഇതിനെയാണ് നമ്മൾ കോളം എന്ന് വിളിക്കുന്നത്. ഇത് ഫസ്റ്റ് കോളം ആണ് അല്ലേ. ദിസ് ഈസ് ഫസ്റ്റ് കോളം, ദിസ് വൺ ഈസ് ദ സെക്കൻഡ് കോളം, ദിസ് വൺ ഈസ് ദി തേർഡ് കോളം. അതേപോലെ റോ പറയുമ്പോഴോ ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ ഏതാ, ദിസ് വൺ ഈസ് ദ ഫസ്റ്റ് റോ, ദിസ് വൺ ഈസ് ദ സെക്കൻഡ് റോ ആൻഡ് ദിസ് വൺ ഈസ് ആക്ച്വലി ദ തേർഡ് റോ. അപ്പോൾ 3 റോസും 3 കോളംസും ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഇറ്റ് റെപ്രസെന്റ്സ് എം ബൈ ഇറ്റ് റെപ്രസെന്റ്സ് എൻ. എം എന്ന് പറയുന്ന നമ്പർ ഓഫ് റോസിനെയും എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് കോളംസിനെയും കാണിക്കുന്നു. therefore ഇവിടെ 1 2 3 റോ ഉള്ളത് കൊണ്ട് എം എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്നറിയാം, എൻ ഈസ് ഈക്വൽ ടു 3. ആൻഡ് ഇവിടെ എത്ര കോളം ഉണ്ട്, 1 2 3 കോളമൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. എൻ ഈസ് ഈക്വൽ ടു നമുക്ക് 3 എന്ന് പറയാൻ പറ്റും. ഇത് നമുക്ക് നേരത്തെ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്കറിയാം. അപ്പൊ ഇതിൽ ഓരോ എലമെന്റ്സിനെ ഉണ്ടല്ലോ, ഓരോ എലമെന്റ്സ് മെട്രിക്സിലുള്ള ഓരോ നമ്പേഴ്സ് എന്ന് പറയുന്ന എലമെന്റ് ആണ്. ഇതൊരു എലമെന്റ് ആണ്, ഇതൊരു എലമെന്റ് ആണ്, ഇതൊരു എലമെന്റ് ആണ് അല്ലെ. അപ്പൊ ഈ 3 എലമെന്റ്സിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്നുള്ളതാണ്. ഈ ഒരു എലമെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് റോയിലെ എന്താണ്, ഫസ്റ്റ് കോളത്തിലെ ഒരു എലമെന്റ് ആണ്. അതായത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ ഒരു എലമെന്റ് ആണ്. അപ്പൊ ഈ എലമെന്റിനെ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ദ എലമെന്റ് സ്മാൾ ലെറ്റർ എ എന്ന് പറഞ്ഞു, ഒരു എ ആണ് ആ എലമെന്റിനെ കാണിക്കുന്ന ഒരു ലെറ്റർ. അത് A11 എന്ന് പറയും. A11 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ, സെക്കൻഡ് വൺ റെപ്രസെന്റ്സ് ദ കോളം. അപ്പോൾ ഒന്നാമത്തെ റോയില് ഒന്നാമത്തെ കോളത്തിലുള്ള എലമെന്റ് ആണ് ഏതെന്ന് പറഞ്ഞാൽ ഈ 2 എന്ന് പറഞ്ഞാൽ. ഇതാണെങ്കിലോ ഈ 1 എന്ന് പറയുന്ന എലമെന്റ് ആണെങ്കിലോ ഫസ്റ്റ് റോയിൽ, ഒന്നാമത്തെ റോയിൽ, ഈ ഒരു എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്, A1 ഫസ്റ്റ് റോയിൽ തന്നെ കിടക്കുന്ന എലമെന്റ് ആണ്. പക്ഷെ ഏത് കോളത്തിലാണ്, ഇറ്റ് ഈസ് ഇൻ ദ സെക്കൻഡ് കോളം. സെക്കൻഡ് കോളം ആകുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, A12 എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ജനറലൈസ് ചെയ്ത് നമുക്ക് ഈ രണ്ടാമത്തെ എലമെന്റിനെ A12, എലമെന്റ് A12 ഫസ്റ്റ് റോ സെക്കൻഡ്. ഇനി അങ്ങനെയാണെങ്കിൽ ഈ 4നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഫസ്റ്റ് റോ തേർഡ് കോളം. കോളം എന്തായി, മൂന്നാമത്തെ കോളമായത്. മൂന്നാമത്തെ കോളത്തിലുള്ള എലമെന്റ് ആണ് എന്തെന്ന് പറഞ്ഞാൽ ഈ ഫോർത്ത് എലമെന്റ് എന്ന് പറയുന്നത്, സോറി ഈ ഒരു 4 എന്ന് പറയുന്ന എലമെന്റ് എന്ന് പറയുന്നത് A13 എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ നമുക്ക് ആ ഒരു എലമെന്റിനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു 2 ആണെങ്കിലോ അതിപ്പോ ഏത് റോയിൽ കയറി, സെക്കൻഡ് റോയിലേക്ക് കയറി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഫസ്റ്റ് എഴുതുന്നത് റോയിലെ നമ്പറാണ്, A2 എന്ന് എഴുതും ആദ്യം. പിന്നെ 2 കഴിഞ്ഞിട്ട് റോ കഴിഞ്ഞിട്ട് പിന്നെ എഴുതുന്ന കോളമാണ്. ഫസ്റ്റ് കോളത്തിലല്ലേ ഈ ഒരു എലമെന്റ് ഇരിക്കുന്ന 2 എന്ന് പറയുന്നത് നിൽക്കുന്നത് ഈ ഫസ്റ്റ് കോളത്തിലാണ്. അപ്പൊ A21. അങ്ങനെയാണെങ്കിൽ 0 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തായിരിക്കും, A22. അത് രണ്ടാമത്തെ കോളത്തിലുള്ള എലമെന്റ് ആണ്, രണ്ടാമത്തെ റോയിലുള്ള എലമെന്റ് ആണ്. അടുത്ത രണ്ടാമത്തെ റോയിലെ മൂന്നാമത്തെ കോളത്തിലുള്ള എലമെന്റ് ആണ് എന്ന് പറഞ്ഞാൽ E2 എന്ന് പറയുന്നത്, A23 എന്ന് പറയുന്നത്. ഇത് നമുക്ക് കണ്ടുമുട്ടി ചെയ്താലോ, മൂന്നാമത്തെ റോയിൽ കയറി കഴിഞ്ഞു, ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് ആണ്. അതിൽ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് ആണ് ഈ 5, A31. അപ്പോ രണ്ടാമത്തെ ഈ 1 എന്ന് പറയുന്ന എലമെന്റ് ഏതാണ്, തേർഡ് റോയിലെ രണ്ടാമത്തെ എലമെന്റ്, രണ്ടാമത്തെ കോളത്തിലെ എലമെന്റ് ആണ്. 2 എന്ന് പറയുന്നത് എന്തായിരിക്കും, തേർഡ് റോയിലെ എത്രാമത്തെ, മൂന്നാമത്തെ കോളത്തിലെ എലമെന്റ് ആണ്. അപ്പൊ ഇത് നമുക്കിങ്ങനെ എലമെന്റ്സിന് എന്ത് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനമാണ്, റെപ്രസെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനമാണ്. അപ്പൊ ഇങ്ങനെ എലമെന്റ്സിന് റെപ്രസെന്റ് ആയിട്ടുള്ള ഒരു സംവിധാനമാണെങ്കിൽ ഇതിനെ ജനറലൈസ് ചെയ്ത് ഓരോ എലമെന്റ്, അപ്പൊ മെട്രിക്സ് നമുക്കിപ്പോ ഇപ്പൊ ഈ ഒരു മെട്രിക്സ് ഞാൻ A എന്ന് പറഞ്ഞല്ലേ ഡിനോട്ട് ചെയ്തു. അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, മെട്രിക്സ് എ എന്ന് പറയുന്ന സാധനത്തിനെ മെട്രിക്സ് എ ക്യാൻ ബി റിട്ടൺ ആസ് എന്നിങ്ങനെ എഴുതാം, സ്മാൾ ലെറ്റർ A IJ എന്ന് എഴുതാനായിട്ട്. അപ്പോ നമ്മൾ നേരത്തെ കണ്ടു മെട്രിക്സ് എനെ നമുക്ക് ഇങ്ങനെ എഴുതാം. മെട്രിക്സ് എ എന്ന് പറയുന്നത് നമ്മൾ കണ്ടൊരു സാധനം, മെട്രിക്സ് എ എന്ന് പറയുന്നത് നമ്മൾ എഴുതുക 3x3 മെട്രിക്സ് എന്ന് എഴുതി. ബൈ ഇട്ട് 3x3 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ഈ 3 എന്ന് പറയുന്നത് ഇറ്റ് റെപ്രസെന്റ്സ് നമ്പർ ഓഫ് റോസ്. ഇത് മൊത്തത്തിലുള്ള നമ്പർ ഓഫ് കോളംസ് എത്രയാണ്,
എൻ എന്ന് പറയുന്നത് രണ്ടാമത് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇത് അതിന്റെ ഓർഡറിനെയാണ് കാണിക്കുന്നത്. ദിസ് ഷോസ് ദ ഓർഡർ ഓഫ് ദ മെട്രിക്സ്. ആ മെട്രിക്സിന്റെ ഓർഡറിനെയാണ് ആ സാധനം കാണിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഐ ജെ എന്ന് പറയുമ്പോൾ അത് എന്തിനാണ് റെപ്രസെന്റേഷൻ ഓഫ്, ഇവിടെ നമ്മൾ കണ്ടത് റെപ്രസെന്റേഷൻ ഓഫ് എന്താണ് എലമെന്റ്. ഒരു എലമെന്റിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് കണ്ടത്. അപ്പൊ ഈ എലമെന്റ് റെപ്രസെന്റേഷൻ നമുക്ക് എ ഐ ജെ എന്ന് വെച്ചിട്ട് കാണിക്കുന്നതുകൊണ്ടുള്ള ഉപയോഗമൊന്നുമില്ല. ജനറലൈസ് ചെയ്ത് നമ്മൾ അറിയണം. എ ഐ ജി എന്ന് പറഞ്ഞ ഐ എന്ന് പറയുന്നത് റെപ്രസെന്റ് എന്താണ്, റോയിനെ റെപ്രസെന്റ് ചെയ്യും. ജെ എന്ന് പറയുന്നത് എത്രാമത്തെ കോളം ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ജെ എന്ന് പറയുന്ന റെപ്രസെന്റ്സ് കോളം. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ ആലോചിച്ചിരിക്കും. ഇതിപ്പം നമ്മളിപ്പോ ഇങ്ങനെ മെട്രിക്സിനെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന അടുത്ത ഒരു അഡീഷനിലേക്ക് ഈ എ ഐ ജെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുവാണെങ്കിൽ, അത് എ 3/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതെന്താണ്, ഇറ്റ് റെപ്രസെന്റ്സ് ദ ഓർഡർ ഓഫ് ദി മെട്രിക്സ്. പക്ഷെ അതേസമയം ഐ ജെ എന്ന് പറഞ്ഞ് 1 1 1 2 1 3 എന്ന് പറഞ്ഞാൽ എഴുതി കഴിഞ്ഞാൽ അത് റെപ്രസെന്റ്സ് ദ എലമെന്റ് ഓഫ് എ മെട്രിക്സ്. മെട്രിക്സിന്റെ എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു നൊട്ടേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതാണ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് മെട്രിക്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ സ്പെഷ്യൽ ടൈപ്പിൽ ഫസ്റ്റ് കോഡ് എന്ന് പറയുന്നത് ദ ഫസ്റ്റ് മെട്രിക്സ് ഈസ് സ്ക്വയർ മെട്രിക്സ്. ഒരു സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ മെട്രിക്സ് ഇൻ വിച്ച് ദ നമ്പർ ഓഫ് റോസ്, അതായത് റോസിന്റെ നമ്പറും ആൻഡ് കോളംസ് ആർ ഈക്വൽ. അതായത് നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് എം ആണ്. എം എന്ന് പറയുന്നതും എൻ എന്ന് പറയുന്നതും ഈക്വൽ ആണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, സ്ക്വയർ മെട്രിക്സ് എന്ന് പറയും. അപ്പൊ ഈ കണ്ടത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് അല്ലെ. ഈ കണ്ടത് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നമ്പർ ഓഫ് റോസും കോളം എല്ലാം, അതായത് 3 റോസ് ഉണ്ട്, 3 കോളംസ് ഉണ്ട്. അപ്പൊ ഇതൊരു സ്ക്വയർ മെട്രിക്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഞാനിപ്പോ ഒരു പറയണ ഒരു 2/2 മെട്രിക്സ്, അതായത് ഒരു 2/2 മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. 2/2 മെട്രിക്സിന്റെ പ്രത്യേകത 2 കോളവും 2 റോയും ആണ് ഉള്ളത്. അപ്പൊ ആ 2/2 മെട്രിക്സിന് ഇപ്പൊ മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു ഒരു 2/2 മെട്രിക്സ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, 1 0 2 3. അതായത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ, എത്ര റോസ് ഉണ്ട്, നമ്പർ ഓഫ് റോസ് എന്ന് പറഞ്ഞാൽ 1 2. അപ്പൊ ഇങ്ങനെ 2 റോസ് ഉണ്ട്, 2 റോസ് ഉണ്ട്. എത്ര കോളംസ് ഉണ്ട്, 1 2. അതായത് ഇവിടെ ഒരു കോളം ഉണ്ട്, ഇവിടെ ഒരു കോളം ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ എത്ര കോളം, 2 റോയും 2 കോളം. അപ്പൊ ഇതൊരു സ്ക്വയർ മെട്രിക്സ് അല്ല, സ്ക്വയർ പോലെ ഇരിക്കും ആണ് സംഭവം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഡയഗണൽ മെട്രിക്സ് ഉണ്ട്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ മെട്രിക്സ്, അതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസും കോളംസും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഇറ്റ് ഈസ് കാൾഡ് എ ഡയഗണൽ മെട്രിക്സ് ഇഫ് ഓൾ ഇറ്റ്സ് നോൺ ഡയഗണൽ എലമെന്റ്സ് ആർ 0. ഇപ്പൊ നോൺ ഡയഗണൽ എലമെന്റ്സ് 0 എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഒരു മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ആവണമെങ്കിൽ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ അറിയണം. ഡയഗണൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ്സ്, ഒരു മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു 3/3 മെട്രിക്സ് ആണെങ്കിൽ ഡയഗണൽ എലമെന്റ്സ് ഇപ്പൊ 2 3 1 ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് ആണ്. ഈ ഡയഗണൽ എലമെന്റ്സ് അല്ലാതെ അപ്പുറവും വരുന്ന ഈ A12 A13 എന്ന് പറയുന്ന ഈ രണ്ട് ഇതും A21 എന്ന് പറയുന്നതും A23 എന്ന് പറയുന്നതും പിന്നെ A31 എന്ന് പറയുന്നത് A32 എന്ന് പറയുന്നത് ഇതെല്ലാം 0 ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് മാറ്റി നിർത്തിയാൽ, അതായത് നമ്മുടെ ഈ ഡയഗണൽ എലമെന്റ്സ് ആയിട്ടുള്ള ഏതൊക്കെയാണ്, ഈ 2ഉം അതേപോലെ 3യും അതേപോലെ 1ഉം. ഇപ്പൊ 2ഉം 3യും 1ഉം മാറ്റി നിർത്തിയാൽ ഈ ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും 0 ആണെങ്കിൽ ഈ 3 എന്താണ് മാറ്റി നിർത്തിയിട്ട് ബാക്കി എല്ലാ മുകളിലും താഴെയുള്ള ബാക്കിയല്ല, മുകളിൽ ഇവിടെ 3 സ്ഥലത്ത് 0, ഇവിടെ 3 എലമെന്റ് 0, അങ്ങനെയുള്ള മെട്രിക്സ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയും. ഈ 2ഉം 3യിലും 1ലും 0 വന്നുകൂടായികയൊന്നുമില്ല, അതിലും 0 എന്ത് ചെയ്യാം, വരാം. പക്ഷെ ഫുള്ള് 0 ആയിട്ട് പോകും. ഫുള്ള് 0 ആയി പോയാൽ മെട്രിക്സ് വേറെ വേരിയബിൾ മെട്രിക്സ് എന്ന് പറയും. നമുക്ക് പിന്നീട് കാണാം. അപ്പം ഒരു ഡയഗണൽ എലമെന്റ്സ് മാറ്റി നിർത്തി. ഇപ്പൊ ഇതാണ് നമ്മുടെ എന്ത് എലമെന്റ് എന്ന് പറയുന്നത്, ദി ഡയഗണൽ എലമെന്റ്. ഇത് നമ്മള് ഡയഗണൽ എലമെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഡയഗണൽ എലമെന്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഉള്ള സാധനത്തിനെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യമുണ്ട്. ചില സമയങ്ങളിൽ മെട്രിക്സിന്റെ ട്രേസ് എന്താണ് ചോദിക്കുന്നത്. ഈ മെട്രിക്സിന്റെ ട്രേസ് എന്താണെന്ന് വെച്ചാൽ ആ ഡയഗണൽ എലമെന്റ്സ് എല്ലാം കൂടെ കൂട്ടി കിട്ടുന്ന സാധനത്തിനാണ് ട്രേസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മെട്രിക്സ്, ഇപ്പൊ മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഈ മെട്രിക്സിനെ ട്രേസ് ചെയ്യാന്ന് ചോദിക്കണം. വാട്ട് ഈസ് എ ട്രേസ് ഓഫ് എ നമ്മൾ ചോദിക്കണം. ട്രേസ് ഓഫ് എ എന്ന് പറയുന്ന മെട്രിക്സിൽ ട്രേസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്റെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം കൂട്ടിയത്. ഫസ്റ്റ് വൺ എന്താണ്, 2 പ്ലസ് പിന്നെ അടുത്ത എന്താണ് 3, 2 പ്ലസ് 3
പ്ലസ് അടുത്ത എന്താണ് 1 പ്ലസ് 3 പ്ലസ് 1. അപ്പൊ ഇതാണ് നമ്മുടെ ട്രേസ് എന്ന് പറയുന്നത്. നമ്മൾ കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 പ്ലസ് 1 6 കിട്ടും. അപ്പൊ ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. സോ ഇറ്റ്സ് രണ്ട് ടൈപ്പ് ഓഫ് മെട്രിക്സ് പഠിച്ചു, സ്ക്വയർ മെട്രിക്സ്, ഡയഗണൽ മെട്രിക്സ്. ഇനി നെക്സ്റ്റ് സ്കാലാർ മെട്രിക്സ്. സ്കാലാർ മെട്രിക്സിന്റെ പ്രത്യേകത, a diagonal matrix in which each element of the principal diagonals diagonal equal to the scalar k. ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് ഈക്വൽ ആവുന്നു. അതായത് നമ്മളിപ്പം നേരത്തെ ഒരു ഡയഗണൽ മെട്രിക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ഡയഗണൽ എലമെന്റ്സ് എന്താവണമെന്നില്ല, ഈക്വൽ ആവണമെന്നില്ല. ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് വേറെ 2 3 1 എന്നൊക്കെ പറഞ്ഞു വരാം. ഇവിടുത്തെ എല്ലാ ഡയഗണൽ, ഇപ്പോൾ ഇവിടെ 2 വന്നാൽ ഇവിടെ എന്തായിരിക്കും, ഇവിടെ 2 ആയിരിക്കും, ഇവിടെ 2 ആയിരിക്കും. ബാക്കി ഡയഗണൽ മെട്രിക്സ് ആവണമെങ്കിൽ മുകളിൽ ബാക്കിയെല്ലാം 0 വരണം. ബാക്കിയുള്ള എലമെന്റ്സ് ഇപ്പോൾ താഴെയുള്ളത് എന്ത് വരണം, ഈ ഡയഗണലിന് താഴെയുള്ളതും എന്ത് വരണം, 0 വരണം. അപ്പൊ ഇതിനൊരു പ്രത്യേകത, ഈ ഡയഗണൽ എലമെന്റ്സ് എല്ലാം കൂടെ എന്താണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, പർട്ടിക്കുലർ കോൺസ്റ്റന്റ് കേക്ക് ഈക്വൽ ആണ്. 2 വരാം, 3 വരാം, 4 വരാം, 3 എലമെന്റ്സ് ഈക്വൽ ആണ്. അപ്പൊ നമ്മളിപ്പോൾ ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ A11 ഈസ് ഈക്വൽ ടു, അതായത് ഈ ഒരു എലമെന്റിന് നമ്മൾ A11 എന്ന് പറയുന്നത്. ഈ എലമെന്റ് എന്താണ്, A22. A22 ഈസ് ഈക്വൽ ടു, ഈ എലമെന്റ് ഏതാണ്, A33 ആയിരിക്കും. അപ്പൊ A33 ഇത് 3 ഈക്വൽ ആയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് K ആണെങ്കിൽ, ഒരു K എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഈക്വൽ ആണെങ്കിൽ ദെൻ ദാറ്റ് കൈൻഡ് ഓഫ് മെട്രിക്സ് ഈസ് നോൺ ആസ് സ്കാലാർ മെട്രിക്സ്. അത് നമ്മൾ സ്കാലാർ മെട്രിക്സ് എന്നാണ് പറയുന്നത്. ഇനി അവിടെ നിന്ന് അടുത്ത വരുമ്പോഴത്തേക്ക് യൂണിറ്റ് മെട്രിക്സ്. ഇതും ഒരു ഡയഗണൽ മെട്രിക്സ് ആണ് ഓഫ് ഓർഡർ n. n എന്ന് പറയുന്ന ഓർഡർ ഇൻ വിച്ച്, ഡയഗണൽ മെട്രിക്സിന്റെ ഒരു പ്രത്യേകത m n ഈക്വൽ അല്ലേ, m ഈസ് ഈക്വൽ ടു എന്താണ്, n. അപ്പോൾ ഓർഡർ m എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ n എന്ന് പറയാം, 3/3. അപ്പം n ഇൻ വിച്ച് ഓൾ ഡയഗണൽ എലമെന്റ്സ് ആർ യൂണിറ്റി ഈസ് കാൾഡ് എ യൂണിറ്റ് മെട്രിക്സ് ഓർ ഐഡന്റിറ്റി മെട്രിക്സ്. അതായത് ഡയഗണൽ എലമെന്റ്സ് യൂണിറ്റി ആയി കഴിഞ്ഞാൽ അത് യൂണിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ എന്താണ് യൂണിറ്റ് മെട്രിക്സ് അല്ലെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയും. അപ്പൊ ഡയഗണൽ എലമെന്റ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതെന്ത് യൂണിറ്റി ആവണം, കോൺസ്റ്റന്റ് ആവണം. അപ്പം അതൊരു സ്കാലാർ മെട്രിക്സ് ആണ്. പക്ഷെ അതേസമയം എന്താണ്, യൂണിറ്റ് മെട്രിക്സ് ആവണമെങ്കിൽ ആ സ്കാലാറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആവണം. അതായത് ഇവിടുത്തെ എല്ലാ സാധനവും, അല്ലെങ്കിൽ ഇവിടെയും ഈ സാധനങ്ങളെല്ലാം സൂചിപ്പിച്ചാൽ അത് ഈക്വൽ ടു എന്താണ്, 1 ആവണം. അപ്പൊ അതാണ് അതിന്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. സോറി, ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ്, ഈ 1 എന്ന് പറയുന്ന സാധനം, ഈ 1 എന്ന് പറയുന്ന സാധനം, ഈ 1 എന്ന് സാധനം, അത് എന്തായി, ഐഡന്റിറ്റി മെട്രിക്സ് ആയി. അപ്പൊ ഡയഗണൽ മെട്രിക്സ്, അപ്പം ഫസ്റ്റ് നമ്മൾ കണ്ടത് എന്താ എന്നൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ കണ്ടത് ഒരു സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് ഇപ്പം റോയും കോളംസും ഈക്വൽ ആണ്. പക്ഷേ ആ സ്ക്വയർ മെട്രിക്സ് തന്നെ ഡയഗണൽ മെട്രിക്സ് ആവണമെങ്കിൽ ഡയഗണൽ എലമെന്റ്സ് മാത്രം 0 അല്ലാതെ വരണം, ബാക്കിയെല്ലാം 0 വരണം. ഇനി അവിടെ നിന്ന് അടുത്തയിലേക്ക് പോകുമ്പോഴത്തേക്ക് സ്കാലാർ മെട്രിക്സ് ആകുമ്പോഴത്തേക്ക് ഈ ഡയഗണൽ എലമെന്റ്സിന്റെ വാല്യൂസ് എന്തായിരിക്കണം, ഈക്വൽ ആയി വരണം. ഈ യൂണിറ്റ് മെട്രിക്സിലേക്ക് പോകണമെങ്കിൽ യൂണിറ്റ് മെട്രിക്സ് ആവേണ്ട പ്രത്യേകം ഡയഗണൽ എലമെന്റ്സിന്റെ വാല്യൂ ഈക്വൽ ആയിരിക്കണം, അതേസമയം അത് ഈക്വൽ ടു 1 ആണ്. അപ്പൊ ഐഡന്റിറ്റി മെട്രിക്സ് ആയി, യൂണിറ്റ് മെട്രിക്സ് ആയി. നമ്മൾ ഐ ഇട്ട് ഡിനോട്ട് ചെയ്യും. ഈ ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഐ ഇട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഐ എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ ഐ എന്ന് പറയുന്ന ഇട്ടാണ് ഈ മെട്രിക്സ്, സാധാരണ യൂണിറ്റ് മെട്രിക്സ് ഡിനോട്ട് ചെയ്യല്. അടുത്ത നെക്സ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഈ ഒരു പാർട്ട് അവസാനിപ്പിക്കാം. ബാക്കി നമുക്ക് അടുത്ത പാർട്ടിൽ പഠിക്കാം. ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയും. അപ്പൊ ഈ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, അത് അപ്പർ ട്രയാങ്കിളും ഉണ്ട്, ലോവർ ട്രയാങ്കിളും ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സാധനം പഠിച്ചു കാണിക്കുക. അതായത് ഇപ്പോൾ ഒരു മെട്രിക്സ്, ഇപ്പം എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഞാൻ എഴുതുക. എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുമ്പോൾ അതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. ട്രയാങ്കുലർ മെട്രിക്സിലേക്ക് പിന്നെ വരാം. ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിൽ 1 2 3, ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 0, മുകളിൽ 4 1 വേണമെങ്കിൽ 0 ഒക്കെ വരാം. അപ്പൊ ഇതൊരു ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. എങ്ങനെ ട്രയാങ്കുലർ മെട്രിക്സ് ആയി? നമ്മൾ ആ ഡയഗണൽ ഒന്ന് നോക്കിയാണ്, ഡയഗണൽ ഞാൻ വരച്ച് കാണിക്കും. ഇതാണ് നമ്മുടെ ഡയഗണൽ. ഈ ഡയഗണലിന്റെ താഴെ എന്താ സംഭവിച്ചത്, ബാക്കിയെല്ലാം 0 എലമെന്റ്സ്. ഇത് 0, ഇതും 0. മുകളിൽ എന്തല്ല, 0 അല്ല. അപ്പൊ എ സ്ക്വയർ മെട്രിക്സ് ഇൻ വിച്ച് ഓൾ ദ എലമെന്റ്സ് ബിലോ ദ മെയിൻ ഡയഗണൽ, അതായത് ബിലോ ദ മെയിൻ ഡയഗണൽ, ഈ മെയിൻ ഡയഗണലിന് താഴെയുള്ള എല്ലാ എലമെന്റ്സും R0 ഈസ് കാൾഡ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പൊ ഈ താഴോട്ടുള്ളതെല്ലാം 0 ആയി പോയി. അപ്പൊ മുകളിലുള്ള ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഈ ഒരു ട്രയാങ്കിളിൽ മാത്രമേ എലമെന്റ്സ് ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് വിളിക്കാം, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഈ ഒരു എലമെന്റ് ഉണ്ട്, ഈ ഇത്രയും സാധനത്തിൽ മാത്രമേ നമുക്ക് എലമെന്റ്സ് ഉള്ളൂ. അപ്പൊ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, അപ്പർ ട്രയാങ്കുലർ. അപ്പൊ ഇതൊരു എന്ത് മെട്രിക്സ് ആണ്, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം. അങ്ങനെയാണെങ്കിൽ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ് നമുക്ക് വേണ്ടത്.
ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ്. ഇപ്പോൾ ലോവർ ട്രയാങ്കിൾ മെട്രിക്സ് ആകുമ്പോൾ ട്രയാങ്കിൾ മെട്രിക്സിന്റെ പ്രത്യേകത സ്ക്വയർ മെട്രിക്സ് ആവണം. രണ്ടാമത്തെ കാര്യം ഒരു ഡയഗണൽ മെട്രിക്സ്, ഡയഗണൽ എലമെന്റ്സിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, 1 2 3 എന്ന് പറഞ്ഞു. മുകളിലെല്ലാം എല്ലാം 0 ആയി പോകും. ഇവിടെയും 0, ഇവിടെ 4, ഇവിടെ 5, ഇവിടെ 0 എന്ന് വെച്ചു. അപ്പൊ ഇവിടെ നമുക്ക് നോൺ സീറോ ആയിട്ടുള്ള എലമെന്റ്സ് നമ്മളെ മെയിൻ ഡയഗണലിന്റെ എവിടെയുള്ളൂ? ലോവർ പോർഷനിലേ ഉള്ളൂ. അപ്പൊ നോൺ സീറോ. അപ്പൊ മെയിൻ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇതാണ്, ദിസ് ഈസ് ദ പ്രിൻസിപ്പൽ ഡയഗണൽ, പ്രിൻസിപ്പൽ എലമെന്റ്സ്. അപ്പൊ ഇവിടെ നിന്ന് താഴോട്ടുള്ള ഇത്രയും സാധനത്തിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ? നോൺ സീറോ എലമെന്റ്സ് ഉള്ളൂ. അപ്പൊ ഇത് എന്ത് മെട്രിക്സ് ആയി? ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിട്ട്, ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിട്ട് ആ സാധനം. അപ്പൊ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സും ഉണ്ട്, ലോവർ ട്രയാങ്കുലർ മെട്രിക്സും ഉണ്ട്. അതിന്റെ പരിപാടി ഇങ്ങനെയാണ്. ഓക്കെ, നെക്സ്റ്റ് മൂവിങ് ഓൺ, വാട്ട് ഈസ് നൾ മെട്രിക്സ്? നൾ മെട്രിക്സ് എന്താണെന്ന് ചോദിച്ചാല് ടൈപ്സ് ഓഫ് മെട്രിക്സ് ഒക്കെ അറിയിച്ചു. നമ്മളിപ്പം ഇത് പറയുമ്പോൾ സാധനം അറിയണമെന്നുള്ളൂ. നൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ സീറോ, നൾ. അതായത് ഓ ഇട്ട് ഡിനോട്ട് ചെയ്യും. ഓ എന്ന് പറയുന്ന ലെറ്റർ ഇട്ട് ഡിനോട്ട് ചെയ്യും. ഓ എന്ന് പറയുന്ന ലെറ്റർ ഇട്ട് നമുക്ക് നൾ മെട്രിക്സ് ഡിനോട്ട് ചെയ്യാം. അതിന്റെ പ്രത്യേകത്തിലേ ഉള്ളൂ 0 0 0 0. എല്ലാം സ്ക്വയർ ആയിരുന്നു. ഇത് സ്ക്വയർ ചെയ്യുന്നതാണോ അല്ല റെക്ടാങ്കിൾ മെട്രിക്സ് ആണോ? എങ്ങനെയാണ്? ഇതിപ്പോ ഒരു എന്താണ് 2/3 മെട്രിക്സ് ആണ്. തിരിഞ്ഞു വരും. നമ്പർ ഓഫ് റോസ്, നമ്പർ ഓഫ് കോളംസ്. അപ്പൊ ഇതാണ് ഒരു 2/3 മെട്രിക്സ് ആണ്, ഒരു നൾ മെട്രിക്സ് ആണ്. അപ്പൊ മെട്രിക്സ് ഈസ് കാൾഡ് മെട്രിക്സ് ഇൻ വിച്ച് ഓൾ ദി എലമെന്റ്സ് ആണ്, എല്ലാ എലമെന്റ്സും 0 ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ നൾ മെട്രിക്സ്. നമ്മൾ സീറോ മെട്രിക്സ് എന്ന് നമ്മൾ എന്ത് ചെയ്യലും പറയുന്നുണ്ട്. പിന്നെ അടുത്ത സിമെട്രിക് മെട്രിക്സ് ആണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സിമെട്രിക് മെട്രിക്സും ക്യൂ സിമെട്രിക് മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു എ ഐ ജെ ആണ്. നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവുന്നതിനെ കാട്ടി എനിക്ക് എഴുതി കാണിക്കും. ഇപ്പൊ ഒരു ഡയഗണൽ മെട്രിക്സ് നമ്മളിപ്പോൾ കാണിക്കുക, സ്ക്വയർ മെട്രിക്സ് കാണിക്കുവാണ്. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഞാൻ കാണിക്കുന്നത്. ഇപ്പൊ പിന്നെ ഡയഗണൽ എലമെന്റ്സ് ഞാൻ നോക്കുന്നത്. ഡയഗണൽ എലമെന്റ്സിന്റെ പ്രത്യേകത 1 3 4 ഡയഗണൽ എലമെന്റ്സ് ഇതാണ്. അപ്പൊ ഈ ഒരു മെട്രിക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോ 1 വന്നു, ഇവിടെ 1 വന്നു, ഇവിടെ 3 വന്നു, എന്നാൽ ഇവിടെയും 3 വന്നു, ഇവിടെ 5 വന്നു, എന്നാൽ ഇവിടെയും 5 വന്നു. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ മെയിൻ ഡയഗണൽ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്ക് അത് പ്രിൻസിപ്പൽ എലമെന്റ്സ് എന്ന് പറയുന്നത് അതിന്റെ മെയിൻ ഡയഗണൽ എലമെന്റ്സ് ആണ്. അതിന്റെ ഈ 3 ഇതിന്റെ ഇപ്പുറം നിൽക്കുന്നുണ്ട്. ഇത് 1 1 ഈക്വൽ ആണ്. അതായത് ഈ ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. A12 ആണെന്ന് അറിയാം. ഈ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? A21 ആണെന്ന് അറിയാം. അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ ഒരു മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം A21 ഈസ് ഈക്വൽ ടു A12 ആണ്. അതേപോലെ ഈ 3ക്ക് അപ്പുറം നിൽക്കുന്ന ഡയഗണൽ ഇത് നോക്കി, ഇതും ഇതിന് 3ക്ക് ഈക്വൽ ആവണമെന്നല്ല, 3ക്ക് ഈക്വൽ ആവണമെന്നല്ല. ഇതിപ്പോ 4, ഇതിപ്പോ ഇവിടെ 5 ഇവിടെ 5 വരാം കേട്ടോ. ഇവിടെ 5 ഇവിടെ 5 വരാം, ഇവിടെ 6 ഇവിടെ 6 വരാം. അപ്പൊ ഈ ഡയഗണൽ എലമെന്റിന് അപ്പുറം നിൽക്കുന്ന എലമെന്റ്സ് എല്ലാം ഈക്വൽ ആയി. ഇതിപ്പോ ഇതെന്ന് പറയുന്നത് A31 എന്ന് പറയുന്ന എലമെന്റ് ആണ്. ഇതെന്ന് പറയുന്നത് A33 എന്ന് പറയുന്ന എലമെന്റ് ആണ്. സോറി, A33 അല്ല, A13 എന്ന് പറയുന്ന എലമെന്റ്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത A31 എന്താണ്? A13 ഈക്വലായി. നമ്മൾ ഇത് തിരിച്ചിട്ട് പോലെ ഇരിക്കും. അപ്പൊ അത് 2 ഈക്വലായി. ഇനി അതേപോലെ ഈ എലമെന്റ്സ് രണ്ടോ, ഈ 2 എലമെന്റ്സ് ഓപ്പോസിറ്റ് ആയിരുന്നു. 5 5. അപ്പൊ ഈ ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ A32 ആയിരുന്നു. ഇതെന്താണ്? A21 ആയിരുന്നു. അപ്പൊ A31 ആയിരുന്നു അല്ലേ? ഇതിലല്ലോ ഈ എലമെന്റ് ഏതാ? A23 ആയിരുന്നു. A23 ഈസ് ഈക്വൽ ടു A32. ഇത് തിരിച്ചിട്ട് പോലെയാണ്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് ദിസ് കൈൻഡ് ഓഫ് മെട്രിക്സ് ആർ നോൺ ആസ് മെട്രിക്സ്. സാധാ സിമെട്രിക് മെട്രിക്സ്, ഇതിനെ നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എ സ്ക്വയർ മെട്രിക്സ് Aij ഈസ് സെഡ് ടു ബി സിമെട്രിക് ഇഫ് Aij ഈസ് ഈക്വൽ ടു Aj. തിരിച്ചിടണം. അതായത് Aij ഈസ് ഈക്വൽ ടു Aji എന്ന് പറയുന്നത് അപ്പുറം ഈക്വൽ ആവുന്നതാണ്. അപ്പൊ ഇത് എന്ത് മെട്രിക്സ് ആണ്? സിമെട്രിക് മെട്രിക്സ്. സിമെട്രിക് മെട്രിക്സ്. ഈ സ്ക്യൂ സിമെട്രിക് ആകുമ്പോൾ ഒരു പ്രത്യേകത, ഇത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിലേക്ക് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് ചോദിച്ചാൽ സ്ക്യൂ സിമെട്രിക് ആകുമ്പോൾ ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, അത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു 1 3 4. അപ്പൊ ഇതിന്റെ A12 ഈ എലമെന്റ് -2 ആണ്. ഈ എലമെന്റ് 2 ആയിരിക്കും. ഈ എലമെന്റ് -4 ആണ്. ഈ എലമെന്റ് 4 ആയിരിക്കും. ഈ എലമെന്റ് -5 ആണ്. ഈ എലമെന്റ്, അതായത് നമ്മുടെ ഇതിന്റെ ഡയഗണൽ എലമെന്റ് നോക്കിയേ. പ്രിൻസിപ്പൽ എലമെന്റ് വെച്ചിട്ട് നമുക്ക് ഇതിനെ നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് നമുക്ക് സപ്പോസ് ഇത് ഡയഗണൽ എലമെന്റ്സ് ആണ്. ഇതിന്റെ ഈ 2 എലമെന്റ്സിന് പ്രത്യേകത എന്ന് പറയുന്നത് ഈക്വലും ഓപ്പോസിറ്റ് അല്ല, സൈൻ വ്യത്യാസം.
ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഈക്വലും, പക്ഷെ സൈൻ ഡിഫറെന്റ് ആണ്. ഇതെന്ന് പറയുന്നത് A21 ആണ്, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ്, ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്. ഇത് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ്. അപ്പൊ ഇത് രണ്ട് ഈക്വൽ എന്ന് പറയാൻ പറ്റില്ല. A21 ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ എന്താണ് 12 എന്നേ പറയാൻ പറ്റും. അതേപോലെ തന്നെ ഇത് 4 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? -4. -5 ആണെങ്കിൽ ഇവിടെ 5. അപ്പോൾ നെഗറ്റീവിന് അപ്പോൾ ഇങ്ങോട്ട് ഒരു വ്യത്യാസം, നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പൊ ഇങ്ങനെയുള്ള മെട്രിക്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. സോ ദിസ് ഈസ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സസ് ആൻഡ് ദിസ് വൺ ഈസ് ദി സിമെട്രിക് മെട്രിക്സ്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് മെട്രിക്സ് എന്ന് പറയാം? ദിസ് നോൺ ആസ് ഇത് നമ്മൾ എഴുതിയിരിക്കുന്ന വ്യത്യാസം കൊണ്ടുള്ള എ സ്ക്വയർ മെട്രിക്സ് AIJ is said to be symmetric if ഇതാണ്. അപ്പൊ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ സിമെട്രിക് ആവുന്നത് ആ ഒരു കേസിലാണ്. AIJ is equal to AJ. തിരിച്ചിടുമ്പോൾ അങ്ങോട്ട് ഇരിക്കുന്നു. പക്ഷെ അതേസമയം സ്ക്യൂ സിമെട്രിക് ആവുന്നത് AIJ is equal to മൈനസ് AJI ആവുമ്പോഴാണ് സ്ക്യൂ സിമെട്രിക് ആവുന്നത്. സോ ദിസ് ഈസ് ഇറ്റ്. നമുക്ക് ഈ ഒരു പോർഷനിൽ നമ്മൾ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയെന്ന് അറിയാം. അപ്പൊ ഇതെങ്ങനെ റെപ്രസെന്റ് ചെയ്യും മെട്രിക്സിന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കി. അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് അടുത്ത് പഠിച്ചത് ടൈപ്സ് ഓഫ് മെട്രിക്സസ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സ്ക്വയർ മെട്രിക്സ് പഠിച്ചു, ഡയഗണൽ മെട്രിക്സ് പഠിച്ചു, സ്കാലാർ മെട്രിക്സ് പഠിച്ചു, യൂണിറ്റ് മെട്രിക്സ് പഠിച്ചു, ട്രയാങ്കുലർ, അപ്പർ ട്രയാങ്കുലർ, ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് പഠിച്ചു. നെക്സ്റ്റ് നൾ മെട്രിക്സ് എന്താണെന്ന് പഠിച്ചു, സിമെട്രിക് മെട്രിക്സും